ഹായ് വിവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നൈറ്റി ഫ്രോക്കാണ് ഇത്. നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഇത് 290-ൻ്റെ ഒരു മെറ്റീരിയലാണ്. നമുക്ക് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാൽ മാത്രമേ 290-ൻ്റെ മെറ്റീരിയൽ നമുക്ക് നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിക്കുന്നത്. വീട്ടിൽ സ്വന്തമായിട്ട് മെഷീനൊക്കെ ഉള്ള എല്ലാവർക്കും സ്വന്തമായിട്ട് തയ്ച്ചിടാനായിട്ട് ഈ വീഡിയോ ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാം ഒന്ന് തയ്ക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ലൈക്കും കൂടി ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമാകുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബും ലൈക്കും മറക്കരുത് സുഹൃത്തുക്കളെ. നമുക്ക് നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ മെറ്റീരിയൽ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. കുറുകെ രണ്ടായിട്ട്, ഇതാ നീളം വശം കുറുകെ രണ്ടായിട്ടാണ് ഇപ്പോൾ ഞാൻ മടക്കി ഇട്ടിട്ടുള്ളത്. മടക്കി എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മൾ സാധാരണ നൈറ്റിക്ക് മടക്കുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് നാലായിട്ട് അങ്ങനെ മടക്കിയിട്ടാൽ നമുക്ക് തികയ്ക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ മടക്കിയിടുന്നത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചോളണേ. ഇത് എങ്ങനെയാണ് മടക്കിയിടുന്നതെന്ന് വണ്ണം കറക്റ്റ് ചെയ്ത് മടക്കിയിടുന്ന ഇട്ടതിന് ശേഷം ഞാൻ കാണിക്കാമേ. ഇപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ഇതാ ഇത്രയും ഭാഗം മാത്രമേ മടക്കിയിട്ടിട്ടുള്ളൂ. ബാലൻസ് ഇങ്ങോട്ട് കിടപ്പുണ്ട്. ഇതാ മനസ്സിലായല്ലോ. അത് ബാലൻസ് ഇങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് താഴ്ഭാഗം വരെ ഞാൻ അങ്ങനെയാണ് മടക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ 13.5 ഇഞ്ച് വണ്ണത്തിലാണ് ഞാനിപ്പോൾ മടക്കിയിട്ടിട്ടുള്ളത്. ബാലൻസ് പീസ് ഇങ്ങോട്ട് കിടപ്പുണ്ട്. ഈ പീസാണ് നമ്മൾ ഫ്രില്ലൊക്കെ അടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ നൈറ്റിക്ക് മാർക്ക് ചെയ്യുന്നത്, നൈറ്റിക്കും ചുരിദാറിനും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 7 അല്ലെങ്കിൽ 7.5 ഇഞ്ച്. ഞാനിപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തേ ഷോൾഡർ. അത് കഴിഞ്ഞ് കൈക്കുഴിക്കും അതുപോലെ കൈക്കുഴിക്ക് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 കുറഞ്ഞു പോകണമെങ്കിൽ പിന്നീട് ഞാൻ ഇറക്കി വെട്ടിക്കൊടുക്കും. തൽക്കാലം 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ടേ. ഇതുപോലെ ഒരു വര കൊടുത്തു. എന്നിട്ട് ഇവിടെ നമുക്ക് ശകലമൊന്ന് കുഴിച്ചൊന്ന് കൈക്കുഴി മാർക്ക് ചെയ്തും കൊടുക്കാം. ഇനി എത്രയാണോ വണ്ണം വേണ്ടതെന്ന് വെച്ചാൽ ആ വണ്ണം ഈ ലൈനിൽ നിന്നും ഇങ്ങോട്ട് ഇവിടെയാണ് നമ്മൾ വണ്ണം മാർക്ക് ചെയ്യുന്നത്. വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 12 ഇഞ്ചാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. 12 തയ്യൽ തുമ്പടക്കം 12. താഴേക്ക് ഷേപ്പ് ഇത്തിരി പൊക്കമുള്ള കുട്ടിക്കായതുകൊണ്ട് 14.5. പിന്നെ താഴ്ഭാഗത്തേക്ക് ഷേപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ആ ഭാഗം 21 പൊക്കമുണ്ട് ഇത്തിരി. അപ്പോൾ 21.5 കിടക്കട്ടെ. 21.5 ഇത്രയും മാർക്ക് ചെയ്ത്. ഇനി ഇതിൻ്റെയൊക്കെ വണ്ണം നമ്മൾ നെഞ്ചുവണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. നെഞ്ചുവണ്ണം എത്രയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ 1 ഇഞ്ച് കുറച്ചിട്ട് വേണം ഷേപ്പ് മാർക്ക് ചെയ്യാൻ. 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, നെഞ്ചുവണ്ണം മാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു 11 ഇഞ്ച്. പിന്നെ ഇങ്ങോട്ട് ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നൈറ്റിയാണ്, ചുരിദാറല്ല, കുറച്ച് ലൂസ് വേണം. അതുകൊണ്ട് ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മൾ ബാക്കിൽ ടൈ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 13 ഇഞ്ച് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ മാർക്കിങ്. പിന്നെ താഴ്ഭാഗത്തേക്ക് നമ്മൾ സാധാരണ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ താഴ്ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്ത് കാണിക്കാമേ. ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. എൻ്റെ കൈ പൊള്ളിയതാണേ ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉള്ളതല്ല. ഇപ്പോൾ എല്ലാ വീഡിയോസിലും എൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ ഒരു പാടുള്ളതാണ്. കുക്കറിലൊന്ന് കയറി തട്ടിയതാണേ. 56, 57, ഒരു 58 ഒക്കെ. അതിൻ്റെ ടാപ്പ് കുറച്ച് കട്ടായി പോയി. പുതിയ ടാപ്പ് വാങ്ങിക്കണം ഇനി. അതുകൊണ്ട് ഒരു 58 ഒക്കെ, ഒരു 58 ഇഞ്ച് ലെങ്ത്താണ് ഈ മെറ്റീരിയലിൽ മൊത്തത്തിൽ ഉള്ളത്. അപ്പോൾ നല്ല പൊക്കമുള്ള കുട്ടിക്കാണ്, അത് മൊത്തം നമുക്ക് വേണം. അതുകൊണ്ട് ഞാൻ എന്തായാലും
താഴ്ഭാഗത്തുനിന്ന് ഒരു 5 ഇഞ്ച് കണക്കാക്കി ഞാൻ താഴ്ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇവിടെ നിന്ന് ഈ ഭാഗത്ത് ഇത്രയും മടക്കി അടിക്കാനാണ്. താഴ്ഭാഗത്ത് കുഞ്ഞാറ്റം മടക്കി അടിക്കുന്നുള്ളൂ. മടക്കി അടിക്കാനും ഒരു 7 ഇഞ്ച് തയ്യൽ തുമ്പ് എല്ലാം കൂടെ ഒരു 2 ഇഞ്ചിന് പോകും. എല്ലാ ഭാഗത്തും തയ്യൽ തുമ്പ് കൂടെ ഇവിടെ ഒരു തയ്യൽ തുമ്പ്, മുകളിൽ ഷോൾഡറിലെ തയ്യൽ തുമ്പ് എല്ലാം കൂടെ പോകുമ്പോൾ ഒരു 1-1.5-2 ഇഞ്ചോളം പോയിട്ട് നമുക്ക് ഇത്രയും കിട്ടൂല. അപ്പോഴൊരു 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങ് അറ്റത്ത് വേണം അടുത്ത 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിനി വെട്ടിയെടുക്കണം. ഈ ഭാഗം ഇവിടെ ലാസ്റ്റ് ഇവിടെയും 7 മടക്കി അടിക്കാൻ വിട്ടതിന് ശേഷം 7 ഇഞ്ച്. ഇത്രയും നമ്മൾ താഴത്തെ ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാം. ഫ്രില്ലിന് ഇത് തികയൂല, കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്താലേ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ പീസിൽ നിന്ന് കുറച്ചുകൂടി നമുക്ക് ഫ്രില്ലിന് കൊടുക്കണം, എങ്കിലേ നമുക്ക് തികയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ഫ്രില്ല് വയ്ക്കാനായിട്ടുള്ള ഈ ഭാഗമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഇതുവരെ കട്ട് ചെയ്തെടുക്കാമേ. താഴ്ഭാഗത്തുനിന്നേ ഈ താഴ്ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് മതിയോ, ഒരു 2.5 ഇഞ്ചിന് ഞാനിതാ നമുക്ക് ബാക്കിൽ ടൈയൊക്കെ കൊടുക്കണമല്ലോ, അതിന് വേണ്ടി ഒരു 2.5 ഇഞ്ച് ഞാൻ ഇവിടെ നിന്നും കൂടെ വെട്ടിയെടുക്കുകയാണ്. ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇറക്കം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. കാലിൻ്റെ അങ്ങ് കണ്ണ് വരെ അതിൻ്റെ ഇറക്കത്തിൻ്റെ ആവശ്യമില്ല, അതൊരു ഭംഗിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഇറക്കം ഒന്ന് കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അത്രയും പീസ് വെട്ടിയെടുക്കുന്നത്. ഷേപ്പും കൂടെ വെട്ടിയെടുക്കാം. ാണ് മാർക്ക് ചെയ്തത്. ഇത് കറക്റ്റാണ്, എന്നാലും കുറച്ച് പീസ് വെളിയിലോട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി. എനിക്ക് അതൊരു ശീലമാണ്, ഞാൻ എത്ര അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാലും കുറച്ച് ബാലൻസ് ഇട്ട് വെട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പുറത്തോട്ട് ഇറക്കി എന്ത് വെട്ടിയാലും, ബ്ലൗസായാലും ചുരിദാറായാലും എന്തായാലും എനിക്ക് ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ അങ്ങനെയേ വെട്ടുള്ളൂ. അതുകൊണ്ട് ഇതും അതുപോലെ ഞാൻ കുറച്ച് ഇറക്കിയാണ് വെട്ടിയിട്ടുള്ളത്. വരയിൽ കൂടെ വെട്ടിയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അത് തികയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പിന്നെ കുറച്ചും കൂടി ഇറക്കി ഇങ്ങോട്ട് വെട്ടി. ഇത് ഈ ഭാഗത്തു നിന്നാണ് ഇനി സ്ലീവ് കട്ട് ചെയ്യാനുള്ളത്. ഇവിടെ അതായത് 2 പീസാണ്. ഇതിപ്പോൾ 2 പീസുണ്ട്. ഈ 2 പീസിനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരോ അല്ല എനിക്കൊരു സ്ഥിരം എന്താ കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്ക് നല്ലതായിട്ട് വായിക്കാൻ പോലും ഇതുവരെ പറ്റിയിട്ടില്ല. എന്താണ് ഷാക്കിറയോ എന്താണ് ആ കുട്ടിയുടെ പേരെന്ന് എനിക്കൊന്ന് മലയാളത്തിൽ എഴുതിയിട്ടിരുന്നേ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ആ പേര് നന്നായിട്ട് വായിക്കാൻ പറ്റിയില്ല ഇതുവരെ. ആ കുട്ടി എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിരുന്നു സ്ലീവ് ഇലാസ്റ്റിക് ഒന്ന് കാണിക്കണമെന്ന്. അത് വീഡിയോ ഇടാമേ, അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം. ഇത് കട്ട് ചെയ്യുന്ന രീതി ഒന്ന് കണ്ടോളൂ. ഇപ്പോൾ ഇത്രയും വീതിക്ക് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ എത്രയുണ്ട്, നമുക്ക് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും വീതിയിലിട്ടത്. ഒരു 12.5 ഇഞ്ച് വീതി ഇപ്പോൾ മുകളിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് കൈക്കുഴി ഒരു 9 മതിയാവും. മുകൾ ഭാഗത്ത് നൈറ്റിക്ക് അങ്ങനെ പ്ലീറ്റ് കൊടുക്കേണ്ടതായിട്ടില്ല, താഴ്ഭാഗത്ത് മാത്രമേ പ്ലീറ്റ് കൊടുക്കുകയുള്ളൂ. മുകളിൽ നമ്മൾ നൈറ്റിക്ക് പ്ലീറ്റ് കൊടുക്കൂല, ഇലാസ്റ്റിക് മാത്രം വച്ചു കൊടുത്താൽ മതി. 12 ഇഞ്ച് വീതിക്ക് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് സാധാരണ നമ്മൾ കൈക്ക് വെട്ടുന്ന പോലെ തന്നെ ഒരു ഷേപ്പ്. ഇവിടെയാണ് എലാസ്റ്റിക്. ഈ ഒരു വീതിക്ക് നമ്മൾ എലാസ്റ്റിക് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത്രയും വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. സ്ലീവ് ആയിട്ടുണ്ട്. ഇനി ഇത്രയും ഉണ്ട്. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രില്ല് താഴെ ഭാഗത്ത് ഫ്രില്ല് വയ്ക്കുന്നതിൽ കൂടി നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഫ്രില്ലിന് നാം വെട്ടി ചെയ്ത് വെച്ച് അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാം. കറക്റ്റായിട്ട് ഇത് വച്ചിട്ട് ഇതുപോലെ കിട്ടുന്ന പീസും കൂടി ഇതിൻ്റെ കുറച്ച് പീസ് വേണം. നമ്മൾ കഴുത്തിലിങ്ങനെ ഫ്രില്ല് വയ്ക്കുമല്ലോ, അതിനും കൂടി കുറച്ച് പീസ് മാറ്റി വച്ചിരിക്കണം. ഇതും കൂടി ഇതിനകത്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേ. അപ്പോൾ എങ്കിൽ നല്ല ഫ്രില്ല് കുറച്ച് കൂടുതൽ കിട്ടുള്ളൂ. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്താണ്. ഈ 2 പീസുണ്ട്, ഇതും കൂടി ജോയിൻറ്റ് ചെയ്യണം. ഇനി കഴുത്തടിച്ചിട്ട് കഴുത്തിലെ ഫ്രില്ലിന് വെട്ടിയതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലോട്ട് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ്. ശ്രദ്ധിച്ച് വെട്ടിയെടുക്കണം, സൂക്ഷിച്ചാലേ എല്ലാ ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതാ ഇത് കൈ, ഫ്രില്ല്, ബോഡി പാർട്ട്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റിച്ചിങ് വീഡിയോ പറ്റുമെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ ഇട്ടേക്കാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.